വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ടൊരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. സെയിം കപ്പളവിൽ തന്നെ ഒരു കപ്പളവിൽ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവയൊക്കെ ഒന്ന് സോക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഇതുപോലെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ കട്ട പിടിക്കാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായതാണ്. ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റവ ഇതുപോലെ തിക്കായി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊക്കെ ഒന്ന് നന്നായി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവയുടെ മിക്സ് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഇതുപോലെ നന്നായിട്ട് ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പറായിട്ട് തന്നെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാൻ കുനാഫ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരമായിട്ട് സ്പൈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്വീറ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തേക്കും മറുഭാഗം കൂടെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗം ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓയിൽ നിന്നും കോരി മാറ്റാം. പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.